വെൽക്കം ബാക്ക് ടു ഹണി ബി കുക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഞാൻ. വേണ്ടവർക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഞാനിവിടെ കഴുകിയിട്ടാണ് വെളുത്തുള്ളി കഴുകി വെള്ളമൊക്കെ ഒന്ന് വാരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഒരു അമ്മിക്കല്ലിൽ വെച്ചിട്ട്, നമ്മുടെ ചെറിയ അമ്മിക്കല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. തൊലിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. തൊലിയൊക്കെ താനെ പോയിക്കോളും ഉണങ്ങി കഴിഞ്ഞാൽ. ഞാനിവിടെ ഇതെല്ലാം ഇതേപോലെ തന്നെ നന്നായിട്ട് പൊടിച്ചല്ല ചതച്ചെടുക്കുന്നുണ്ട്. എടുത്തിട്ടുണ്ട്. ഇനി അതൊരു വലിയൊരു പ്ലേറ്റിലേക്ക്, വലിയൊരു തളിക എന്നൊക്കെ പറയില്ലേ, ഞങ്ങൾ തളിക എന്നൊക്കെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കിയെടുക്കണം. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല വെയിലാണ്, ഇവിടെയൊക്കെ നല്ല ചൂടുമാണ്. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഞാനിതൊരു 2 ദിവസമാണ് ഇവിടെ വെച്ചത്. നന്നായിട്ട് ഇതേപോലെ എനിക്ക് കണ്ടില്ലേ, നിങ്ങൾക്കെന്നെ കാണാൻ പറ്റും. കൈ കൊണ്ട് പൊടിച്ചെടുക്കുമ്പോൾ പൊടിയുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് എനിക്കിത് കിട്ടിയത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഏകദേശമൊക്കെ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിക്കളയാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഇത്. കണ്ടില്ലേ, ഗാർലിക് പൗഡർ നല്ല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ പറ്റും. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തതാണ് ഈ ഒരു പൗഡർ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ കുറച്ച് തരിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് തൊലി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഇനി നമുക്കൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വയ്ക്കാം. ഞാനിവിടെ ബോട്ടിലിട്ട് വെക്കുന്നുണ്ട്. എയറൊന്നും കിടക്കാതെ അടച്ച് വെച്ച് നമുക്കിത് സൂക്ഷിക്കാം. അപ്പോൾ ഗാർലിക് പൗഡറിന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പോൾ വെയിൽ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പാന് നല്ല ചൂടാക്കി അത് കുറച്ചൊക്കെ ആവശ്യത്തിന് അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കരിഞ്ഞൊന്നും പോകരുത്. ഞാനങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓവണിൽ വെച്ചിട്ടും നമുക്കിതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടും പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. അപ്പോൾ നമ്മൾക്ക് മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഈസി വീഡിയോ വീണ്ടും ചെയ്യാം ഇതേപോലുള്ള. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും എനിക്കുണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടിക്കോളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.